ആ മനുഷ്യരുടെ ഉള്ളിൽ ഉണരുന്നൊരു ചിന്തയാണ് എന്ത്, ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങളിവിടെ വരുമെന്ന്. ഫെമി ഒത്തഡോള ഒരു ആഫ്രിക്കൻ കോടീശ്വരനുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ, കോടീശ്വരനാണ്, ബില്യണറാണ്. ഫെമി ഒത്തഡോള എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ അടുത്ത കാലത്ത് കണ്ടിരുന്നു, ഒരു TV ഇൻ്റർവ്യൂവാ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് ആ ചോദിക്കുന്ന ആൾ, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു നിമിഷം ഏതാണ് എന്ന് ചോദിച്ചു. ഒരു ശതകോടീശ്വരനോടുള്ള ചോദ്യം, ആയുസ്സിൽ ഒരിക്കലും മറക്കാത്ത നിമിഷം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെ വന്നിട്ടുണ്ടാവും? ആ വന്ന ഓർമ്മകളിൽ നിന്ന് ഓർമ്മയെ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു ചങ്ങാതി ഒരു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, കാലിന് വയ്യാത്ത ആളുകളുടെ ഒരു സ്ഥാപനമുണ്ട്, അവർക്ക് 120 വീൽ ചെയർ വേണം, അത് നീ തരണം എന്ന് പറഞ്ഞു. ചങ്ങാതിക്ക് എങ്ങനെ പറയല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ തരടാ, എന്തായാലും തരാ പറഞ്ഞു. അപ്പോൾ ആ ചങ്ങാതി പറഞ്ഞു, അത് തന്നാൽ മാത്രം പോരാ, അത് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നീ വരണം പറഞ്ഞു. അത് അദ്ദേഹത്തിന് എളുപ്പമായിരുന്നില്ല, കാരണം അദ്ദേഹത്തിന് സമയമാണ് പ്രധാനം. എന്നാലും അദ്ദേഹം വരാമെന്ന് പറഞ്ഞ് ചെന്നു. അദ്ദേഹം പറയാ, അത് വിതരണം ചെയ്യുന്ന ചടങ്ങേ. അപ്പോൾ കാലുകൊണ്ട് വയ്യാത്ത ആളുകൾ വേറെ ആളുകളുടെ സഹായത്തോടെ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരും, എന്നിട്ട് ഈ വീൽ ചെയറിൽ ഇരിക്കും, എന്നിട്ട് അവരൊറ്റയ്ക്ക് ആ വീൽ ചെയർ ഇങ്ങനെ തുഴഞ്ഞു പോകുന്നത് കണ്ട നിമിഷം, അതെൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള നിമിഷമാണ്. ആ 120 വീൽ ചെയറും കിട്ടിയ ആളുകൾ ആ സ്ഥാപനത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പറന്ന് കളിക്കുന്നത് കണ്ട നിമിഷം, അവരാ വീൽ ചെയർ കിട്ടിയ സന്തോഷത്തോടെ അതിങ്ങനെ തുഴഞ്ഞ് അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കണ്ട നിമിഷം എനിക്ക് മറക്കാൻ കഴിയില്ല. അത്രയും നല്ല നിമിഷമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോരുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം, അതിനുള്ള ഉത്തരം ആ നിമിഷമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ആയുസ്സിലൊരിക്കലും മറക്കാത്ത നിമിഷം. അദ്ദേഹം പറയാം, തിരിച്ചു പോരാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ വീൽ ചെയർ കിട്ടിയ കുട്ടികളിലൊരു കുട്ടി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തുഴഞ്ഞ് വന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകയാണ് മുഖത്തേക്ക്. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താ മോളെ ഇങ്ങനെ നോക്കണത്? അപ്പം ആ കുട്ടി പറഞ്ഞു, ഒന്നുമില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഈ മുഖം ഓർമ്മിക്കാനാണ്. ഈ നാട്ടിൽ ജീവിക്കുന്നവരും വരാനിരിക്കുന്നവരുമായ 10,000-കണക്കിന് മനുഷ്യർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനും വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണ് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം. മറ്റൊരു മനുഷ്യൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കിട്ടുന്നൊരു സ്ഥലമുണ്ടല്ലോ, ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രഷ്യസായ, ഏറ്റവും വില കൂടിയ സ്ഥലമാണത്. പഠിച്ചോൻ നിങ്ങൾ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അസ്സലാമു അലൈക്കും.